എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പാഠശാലയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരുപാട് എക്സാമുകളൊക്കെ വരാനായിട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പാഠശാല യൂട്യൂബിലൂടെ നിങ്ങൾക്കായിട്ട് സൗജന്യ ക്ലാസ്സുകളൊക്കെ തന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കറണ്ട് അഫയേഴ്സ് അഥവാ ആനുകാലികം എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നവർക്കറിയാം, നമ്മൾ പണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോകളും അതുപോലെ തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് വീഡിയോകളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വരാൻ പോകുന്ന LDC, LPUP, LGS അടക്കമുള്ള എല്ലാ പരീക്ഷകൾക്കും നല്ല മാർക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ ഒരു വീഡിയോ സീരീസ് ആണ് നമ്മൾ ഇന്ന് തൊട്ട് ആരംഭിക്കാനായിട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട മാസങ്ങൾ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് തന്നെ അരമണിക്കൂറുള്ള വീഡിയോകളായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും തിരഞ്ഞെടുക്കുന്നതുമായിട്ടുള്ള കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് തരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇത് മാത്രമേ ചോദിക്കൂ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കറണ്ട് അഫയേഴ്സ് വളരെ വലിയൊരു സബ്ജക്റ്റ് ആണ്. എത്രത്തോളം പഠിക്കാൻ സാധിക്കുമോ അത്രത്തോളം പഠിക്കണം എന്നേ ഞാൻ പറയാറുള്ളൂ. പക്ഷെ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോഴോ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോഴോ ഒക്കെ ഈ പ്രധാന പോയിന്റുകൾ നിങ്ങൾ നഷ്ടപ്പെടരുത്. അതിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള വീഡിയോകളായിരിക്കും നമ്മൾ ഈ വീഡിയോ സീരീസിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? നമ്മൾ പറയാൻ തുടങ്ങുന്നത് 2023 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സാണ്. ഓരോ കറണ്ട് അഫയേഴ്സും അതിനനുബന്ധ വിവരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്ത് തുടങ്ങാം. ചിലപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യും, ഒന്നിലധികം പാർട്ടായിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. എന്തായാലും പരമാവധി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ നിങ്ങളോടൊപ്പം പഠിക്കുന്നവർക്കും ഒക്കെ എന്ത് ചെയ്യണം, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ നമുക്കറിയാം, റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളിലടക്കം എന്തുണ്ടായി, റഷ്യയുടെ ആക്രമണം. അതായത് യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണത്തിന്റെ ഫലമായിട്ട് എന്തുണ്ടായി, ആണവ നിലയങ്ങൾക്കടക്കം എന്തുണ്ടായി, തകരാറുകൾ സംഭവിച്ചു. ഇത് ലോകത്തെ ആകെ ഭയപ്പെടുത്തിയ ഒരു സംഭവമാണ്. നമുക്കറിയാം, ഓൾറെഡി യുണൈറ്റഡ് നേഷൻസിന്റെ ഒക്കെ കൺവെൻഷൻസ് പ്രകാരം എന്തുണ്ട്, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, അവിടുത്തെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ പോലുള്ളവയൊന്നും ഒരു കാരണവശാലും ആക്രമിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇതേ ഒരു സാഹചര്യത്തിൽ ഈ അടുത്തിടെ എന്ന് പറയുമ്പോൾ 2023 ജനുവരിയിൽ എന്ത് ചെയ്തു, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായാൽ പോലും ഈ ആണവ നിലയങ്ങൾ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല എന്നൊരു ഉടമ്പടി പ്രകാരം ആണവ നിലയങ്ങളുടെ പേര് പരസ്പരം കൈമാറി. ഏതാണ് ആ രാജ്യങ്ങൾ എന്നാണ് ചോദ്യം. പാകിസ്ഥാനും ഇന്ത്യയുമാണ്. അപ്പൊ ഇന്ത്യ ഏത് രാജ്യവുമായാണ് യുദ്ധമുണ്ടായാൽ പോലും ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ പാടില്ല എന്ന കരാറിലെത്തിയത് എന്നൊക്കെ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓർത്തിരിക്കുക, ശരി ഉത്തരം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഹൈഡ്രജൻ ട്രെയിനുകൾ ആരംഭിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? നമുക്കറിയാം, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ഇന്ധനം എന്നുള്ള രീതിയിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് വലിയ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒന്നാണ്. നമുക്കറിയാം, വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വൈദ്യുതിയും ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം എന്താണ്, വൈദ്യുതിയുടെ ഉപയോഗം എന്ത് ചെയ്യും, വല്ലാതെ വർദ്ധിക്കും. ഇതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പം പെട്രോളിനും വൈദ്യുതിക്കും ഇടയിൽ ലോകം കാണുന്ന ഏറ്റവും പുതിയൊരു സാധ്യതയാണ് ഏതെന്ന് പറയുന്നത്, ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടു കൂടി കാണുകയാണ്. ഈ സമയത്ത് ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഒരു കാരണവശാലും മറക്കരുത്, 2023 ജനുവരിയിൽ ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? അത് ചൈനയാണ്. അപ്പൊ നമ്മൾ ചൈനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ മാസത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കറണ്ട് അഫയേഴ്സ് ചൈനയോട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കുക. ജനസംഖ്യാ വളർച്ചാ നിരക്ക് 1961 ശേഷം ആദ്യമായി കുറഞ്ഞ രാജ്യം ഏതാണ് എന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മളിപ്പോ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്
അന്തർദേശീയ തലത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പം 2023 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ വിഷയങ്ങളായിട്ട് തിരിച്ചായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, അന്തർദേശീയ തലത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഹൈഡ്രജൻ ട്രെയിൻ ആരംഭിക്കുന്ന ആദ്യത്തെ രാജ്യമാകാൻ പോവുകയാണ് ചൈന. രണ്ട്, 1961 ശേഷം ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, കുറഞ്ഞിരിക്കുകയാണ് ചൈന. നമ്മൾക്ക് അറിഞ്ഞു, അതായത് എന്ത് ചെയ്യുകയാണ്, ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ചൈന എന്ത് ചെയ്തു, ഓവർടേക്ക് ചെയ്ത കാര്യമെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഇതുവരെ സെൻസസ് നടത്താത്തതുകൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നില്ല, ഔദ്യോഗികമായിട്ട് ഇതിന്റെ പ്രഖ്യാപനം വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ചൈനയിലെ ജനസംഖ്യാ നിരക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ചൈനയിലെ ഒറ്റക്കുട്ടി നയം ഒക്കെ മൂലം എന്ത് ചെയ്തു, ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞു. ചൈന ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്, അവരുടെ ആ പറയുന്ന പോളിസിയൊക്കെ ലിബറൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇതിനോടനുബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ അന്തർദേശീയമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ രാജ്യത്തെയും പ്രധാനപ്പെട്ട തലവന്മാർ അല്ലെങ്കിൽ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, ഇതൊന്നും നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് പറ്റില്ല. പക്ഷെ വാർത്താ പ്രാധാന്യം നേടുന്ന രാജ്യങ്ങളും അവയുടെ തലവന്മാരെയും ഒന്നറിഞ്ഞിരിക്കുന്നത് വളരെ നന്നാണ്. കാര്യം PSC മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് പഠിക്കാം. എന്താണ്? ലുലാ ഡ സിൽവ. എന്താണ്? ലുലാ ഡ സിൽവ. എന്താണ് പ്രത്യേകത? 3ാം തവണയും തുടർച്ചയായിട്ട് എവിടേക്കാണ് പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്നത്? അദ്ദേഹം 3ാം തവണയും തുടർച്ചയായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ബ്രസീലിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാവരുടെയും പേര് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിച്ചു വെക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ചില ആളുകളുടെ പേര് പഠിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന വാർത്തകൾ ഉണ്ടാകുമ്പോൾ. അപ്പൊ എന്താണ് ആ വാർത്ത എന്ന് ചോദിച്ചാൽ 2023 ജനുവരിയിൽ തന്നെ ഉണ്ടായ വാർത്തയാണ്. വാർത്ത ഇങ്ങനെയാണ്: അനധികൃതമായ സ്വർണ്ണ ഖനനത്തെ തുടർന്ന് കുട്ടികൾക്ക് പോഷകാഹാരക്കുറവും ധാരാളം മാരക രോഗങ്ങളും ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നമുണ്ടായി. ഏത് രാജ്യത്താണ് ആ പ്രശ്നം ഉണ്ടായത്? ബ്രസീലിലാണ് പ്രശ്നമുണ്ടായത്. ഇതിനെ തുടർന്ന് 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ലുലാ ഡ സിൽവ 2023 ജനുവരിയിൽ എന്ത് ചെയ്യുകയാണ്? വീണ്ടും 3ാം തവണ ബ്രസീലിന്റെ പ്രസിഡന്റായി വിജയിച്ചു വരികയാണ്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് ബ്രസീലുമായി ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ആരോഗ്യ അടിയന്തരാവസ്ഥ 2023 ജനുവരിയിൽ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ മന്ത്ലി വൈസ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സംഭവങ്ങളും ഏകദേശം ഏത് സമയത്താണ് നടന്നത് എന്നൊരു വ്യക്തമായ ധാരണ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത പോയിന്റ്. ഇനി നമ്മൾ ബ്രസീലിനെ റിലേറ്റ് ചെയ്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും കറൻസി അല്ലെങ്കിൽ അവരുടെ വിനിമയ നിരക്ക് എന്ന് പറയുന്നത് എത്രത്തോളം അവർ ആ കറൻസി ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കൂടുതൽ ഉപയോഗിക്കപ്പെടും തോറും, കൂടുതൽ കൈമാറ്റം നടക്കും തോറും ആ കറൻസിക്ക് എന്തുണ്ടാവും, ശക്തി ഉണ്ടാവും. അപ്പം ബ്രസീലുമായി ബന്ധപ്പെട്ട് തന്നെ അടുത്തൊരു കറണ്ട് അഫയേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് കരുത്തരായ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ബ്രസീലും അർജന്റീനയും എന്ന് പറയുന്നത്. അപ്പൊ ഫുട്ബോൾ ഒക്കെ കാണുന്ന ആളുകൾക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം പോലെയാണ് ബ്രസീൽ അർജന്റീന ഫുട്ബോൾ മത്സരം എന്ന് പറയുന്നത്. ഈ രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിൽ വളരെ സുപ്രധാനമായ ഒരു കരാറിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ആ കരാർ? അർജന്റീനയുടെയും ബ്രസീലിന്റെയും കറൻസിയെ ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് രാജ്യങ്ങളും ഒരു കറൻസി ഉപയോഗിക്കുന്ന ഒരു സമയം നിലവിൽ ഉപയോഗിക്കുന്നു എന്നല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ വേണ്ടി രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു തീരുമാനമുണ്ടായി. അപ്പോൾ അടുത്തിടെ അല്ലെങ്കിൽ 2023 ജനുവരിയിൽ കറൻസികൾ ഏകോപിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ബ്രസീലും അർജന്റീനയും. അപ്പം ബ്രസീലിനെ റിലേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇത്തരം കറണ്ട് അഫയേഴ്സുകൾ എന്ത് ചെയ്യാം, 2023 ജാനുവരിയിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇനി പോകാൻ പോകുന്ന എവിടേക്കാണ്? അമേരിക്കയിലേക്കാണ്. അപ്പൊ അമേരിക്കയുടെ ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കെവിൻ മക്കാർത്തിയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ PDF വീഡിയോകളോ ഒക്കെ കണ്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് അത് ഏത് മാസത്തിലാണ് ഇറക്കിയിരിക്കുന്നതെന്ന് കൂടി ശ്രദ്ധിക്കണം. ഞാനിപ്പോ 2023 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ കെവിൻ മക്കാർത്തി ആയി. പക്ഷെ നമ്മൾ നിൽക്കുന്ന 2024 നിലവിൽ അത് കെവിൻ മക്കാർത്തി തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കണം. നിലവിൽ ആരാണ്? മൈക്ക് ജോൺസൺ ആണ്. 2023 ജനുവരിയിൽ ആരായി? കെവിൻ മക്കാർത്തി ആയി. പക്ഷെ അദ്ദേഹത്തിന് എന്തുണ്ടായി? സ്ഥാനമാറ്റം ഉണ്ടായി. നിലവിൽ ആരാണ്? അത് മൈക്ക് ജോൺസൺ ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും അപ്പോയിന്റ്മെന്റുകൾ, നിയമനങ്ങൾ എല്ലാം പഠിക്കുന്ന സമയത്ത് നിലവിൽ ഇത് ആരാണ് എന്നത് കൂടി ഒന്ന് ശ്രദ്ധിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. 2023 ജനുവരിയിൽ കെവിൻ മക്കാർത്തി ആയി. പക്ഷെ നിലവിൽ ആരാണ്?
മൈക്ക് ജോൺസൺ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ അമേരിക്കയുടെ കേസിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് കുടിയേറ്റം ഈ പറയുന്ന അമേരിക്കയിലേക്കായാലും കാനഡയിലേക്കായാലും യൂറോപ്പിന്റെ പല ഭാഗത്തേക്കായാലും വളരെ ശക്തമാണ്. ഇന്നല്ല, ഇതിനും വർഷങ്ങൾക്ക് എത്രയോ മുമ്പ് തന്നെ എന്ത് ചെയ്യുമായിരുന്നു, ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രാജ്യങ്ങളിലേക്ക് എല്ലാം കുടിയേറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ അറിയാം അല്ലെ, ഋഷി സുനാക് എന്ന് പറയുന്ന ആളെന്താണ്, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ വംശജനാണ്, അതായത് ഇന്ത്യയിൽ വേരുകളുള്ള ആളാണ്. അതേപോലെ തന്നെയാണ് അമേരിക്കയുടെ എന്താണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന ആര്, കമല ഹാരിസ് എന്ന് പറയുന്നത്. അപ്പൊ ലോകത്ത് തന്നെ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും കുടിയേറിപ്പോയ ഇന്ത്യയിൽ വേരുകളുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ആ രാജ്യങ്ങളെ നയിക്കുന്ന നേതാക്കളായിട്ട് മാറുന്നുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയും കാനഡയും പോലുള്ള രാജ്യങ്ങൾ ഇത് വളരെ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. ഇത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യത്തെ കാര്യം, അമേരിക്കയിലെ ആദ്യത്തെ സിഖ് വംശജയായ വനിതാ ജഡ്ജി ആരാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ അമേരിക്കയിലെ സിഖ് വംശജയായിട്ടുള്ള വനിതാ ജഡ്ജിയായി മാറുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് മൻപ്രീത് മോണിക്ക സിംഗ് ആണ്. അപ്പൊ പേരുകളൊന്നും നിങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിലും ഈ വീഡിയോകളൊക്കെ ഇങ്ങനെ നിങ്ങൾ കേട്ട് പോകുമ്പോൾ നാളെ ഓപ്ഷൻ കാണുമ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അമേരിക്കയിലെ ആദ്യത്തെ സിഖ് വംശജയായ വനിതാ ജഡ്ജി ആരാണ്, മൻപ്രീത് മോണിക്ക സിംഗ് ആണ്. ക്ലിയർ ആണല്ലോ. ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടെന്ന്. ഇനി അടുത്തൊരു പേര് കൂടി അതേപോലെ തന്നെ നമുക്ക് പഠിച്ചു പോകാം. ഓക്ലാൻഡ് സിറ്റി കൗൺസിൽ. ഓക്ലാൻഡ് എന്ന് പറയുന്നത് കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചെറിയ നഗരമാണ്. ആ ഓക്ലാൻഡ് സിറ്റി കൗൺസിലിലേക്ക് എന്ത് ചെയ്തു, അംഗമായി. 2-3 പ്രത്യേകതകൾ കൊണ്ടാണ്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കാറില്ല. ഒന്ന്, അങ്ങനെ അംഗമാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞതും അതേസമയം തന്നെ LGBTQ, അതായത് നമ്മൾ പറയുന്ന ലൈംഗികമായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നതുമായിട്ടുള്ള ഒരു വനിത എന്ത് ചെയ്തു, ഈ പറയുന്ന ഓക്ലാൻഡ് സിറ്റി കൗൺസിലിൽ അംഗമായി. അപ്പൊ അവർ ഇന്ത്യൻ വംശജയാണ്, അതേപോലെ തന്നെ പ്രായം കുറവാണ്, അതേപോലെ തന്നെ LGBTQ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നും അംഗമാകുന്ന ആദ്യത്തെ വനിത കൂടിയാണ്. ആരാണ് ആ വ്യക്തി എന്നാണ് ചോദ്യം. ജനനി രാമചന്ദ്രനാണ്. അപ്പം 2 പേരുകളാണ് നമ്മൾ പഠിച്ചത്, മൻപ്രീത് മോണിക്ക സിംഗ്. അപ്പൊ ആ പേരിലൊരു സിംഗ് ഉണ്ടല്ലോ. അപ്പൊ സിഖ് വംശജ ആദ്യമായിട്ട് എന്താവുന്നു, അമേരിക്കയിലെ ജഡ്ജി ആവുന്നു. അത് ഓർത്തു വെക്കാമല്ലോ. അടുത്തത് ജനനി രാമചന്ദ്രൻ അറ്റോർണിയാണ്, അതായത് അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ എന്തുണ്ടായി, ഓക്ലാൻഡ് സിറ്റി കൗൺസിലിലെ അംഗമായി. അത് പ്രായം കുറഞ്ഞ അംഗമാണ്, LGBTQ വിഭാഗത്തിൽ നിന്നുള്ള അംഗം കൂടിയാണ് എന്നതാണ് കറണ്ട് അഫയേഴ്സിന്റെ പ്രത്യേകത. ഓർത്തു വെക്കാമല്ലോ. അപ്പൊ നമ്മൾ അമേരിക്കയിലെ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു. ഇനി നമ്മൾ അവിടുന്ന് വേറൊരു രാജ്യത്തേക്ക് പോവുകയാണ്. ഏതാണ് രാജ്യം? ന്യൂസിലാൻഡാണ് രാജ്യം. ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് 2023 ജനുവരിയിൽ ആരെയാണ് തെരഞ്ഞെടുത്തത് എന്നാണ് ചോദ്യം. ക്രിസ് ഹിപ്കിൻസൺ ആണ്. അപ്പൊ ക്രിസ് ഹിപ്കിൻസിന്റെ പേര് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ മറ്റേ കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെക്കുക. 2023 ജനുവരിയിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 2023 ജനുവരിയിൽ ഈ പറയുന്ന ക്രിസ് ഹിപ്കിൻസൺ വരുന്നത് ആരെ മാറ്റിക്കൊണ്ടാണ്? ജെസിന്ത ആൻഡേഴ്സൺ എന്ന് പറയുന്ന വനിതയെ മാറ്റിക്കൊണ്ടാണ്. ജെസിന്ത ആൻഡേഴ്സന്റെ പേര് കറണ്ട് അഫയേഴ്സിലൊക്കെ വളരെ പരിചിതമായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒന്നാണ്. പക്ഷെ നിലവിൽ ഇവര് 2 പേരുമല്ല എവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അത് ക്രിസ്റ്റഫർ ലക്സൺ ആണ്. ആരാണ്? ക്രിസ്റ്റഫർ ലക്സൺ ആണ്. പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ക്രിസ് ഹിപ്പിൻസൺ ആണ് ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് 2023 ജനുവരിയിൽ നടന്ന കാര്യമാണ്. നിലവിൽ ഇതിനും എന്തുണ്ടായിട്ടുണ്ട്? മാറ്റമുണ്ടായി. ക്രിസ്റ്റഫർ ലക്സൺ ആണ് ഇപ്പൊ നിലവിലെ ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഈ രീതിയിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകുമ്പോൾ തന്നെ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കൂടി എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും PDF ഒക്കെ വെച്ച് നോക്കി പഠിക്കുന്നവർ ആ PDF ഏത് സമയത്ത് ഇറക്കിയതാണെന്നൊന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അബദ്ധം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.